ഓഹ്! ഇത്രയും മാസങ്ങളായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവരാണെങ്കില് പിന്നെ ഗൾഫിലേക്കും വിദേശ യാത്രയൊക്കെ നടത്തി. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, ചിലപ്പോൾ ആലോചിക്കില്ല. എൻ്റെ വീഡിയോ ഡെയിലി കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് അറിയാം. ഒരു ടോപ്പിക്ക് യൂട്യൂബിൽ വന്നാൽ അത് നാട്ടിലുള്ള എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ആ വിഷയം എടുത്ത് സംസാരിക്കലുള്ളൂ. കാരണം എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ. ഇന്നലെ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് കണ്ടു. ഇത്രയൊക്കെ തിരക്കുണ്ടായിട്ടും ചേച്ചി വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, പൈസയ്ക്ക് വേണ്ടിയായിരിക്കും അല്ലേ എന്നുള്ളൊരു സാധനം. ആ കമൻ്റ് ഇട്ട ആൾക്കുള്ളൊരു മറുപടി കൊടുത്തിട്ട് നമുക്ക് വീഡിയോ ആരംഭിക്കാം. എടാ, പൈസ എല്ലാവരുടെ ജീവിതത്തിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പൈസയ്ക്കുപരി വേറൊരു സാധനം ഇതിലുണ്ട്. അതിൻ്റെ പേരാണ് പാഷൻ. പാഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് യൂട്യൂബിൽ എക്സിസ്റ്റ് ചെയ്യൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കറക്റ്റ് പറയണേ, 2024 ജാനുവരി 15 ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. കറക്റ്റ് ഒരു 6-7 മാസമായിട്ടേ ഉള്ളൂ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടാൻ തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഞാൻ എൻ്റെ വീഡിയോസിൽ ഭയങ്കര കൺസിസ്റ്റൻ്റാണ്. ഞാൻ രാത്രിയാണെങ്കിൽ വീഡിയോ എടുക്കും, ഞാൻ രാവിലെ നേരത്തെ എണീച്ച് ഞാൻ വീഡിയോ എടുക്കും. ഈവൻ എൻ്റെ അനിയത്തീൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരൂ. ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലപ്പോഴും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ ഓഫീസിൽ നിന്നും വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഇത് പൈസയിലുപരി നമുക്ക് അതിനോടൊരു അമിതമായ താല്പര്യവും ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈ യൂട്യൂബ് ഫീൽഡിൽ നിൽക്കാൻ സാധിക്കും. അപ്പോൾ അതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് പറയുകയാണ്. കാരണം ചില കമൻറ്റ് നമ്മൾ ഓഫ് കോഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, സ്ട്രൈക്ക് ചെയ്യും. പിന്നെ പൈസ ഓഫ് കോഴ്സ്, കാരണം ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ വർക്ക് കഴിഞ്ഞ് വന്ന് വീഡിയോ എടുക്കുന്നു, ഞാൻ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. എത്രയോ റിയാക്ഷൻ വീഡിയോക്കാരുണ്ട്. അതിൽ നിന്ന് ജനങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഞാൻ അത്രത്തോളം എഫോർട്ട് ഇട്ട് കാലങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ് ആയി പോയതാണ്. അപ്പം എൻ്റെ എഫോർട്ടിനെ മാറ്റർ ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പം അതിനെന്താ പ്രശ്നം? അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കറിയാം അത്യാവശ്യം ഇന്നലെ രാത്രി തൊട്ട് ഇന്ന് ഉച്ച വരെ എല്ലാവരും ഡിസ്കസ് ചെയ്തു. ഞാനാണ് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു. ഞാൻ എന്തായാലും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ കൂടെ എൻ്റെ ജീവിതത്തിൽ ഒരു തവണ ഞാനും കടന്നു പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഏട്ടനാണോ അറിയുന്നത്? എൻ്റെ ഏട്ടന് മാത്രമേ അറിയുന്നു. ഏട്ടനാണോ അല്ലെ വീട്ടിലറിയോ അറിയാമെന്നൊക്കെ എനിക്ക് തോന്നുന്നു. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, കാരണം കുറേ കൊല്ലം മുമ്പാണ്. അപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം, ഇന്നലെ കൈസിൻ്റെ ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശ്രീവിദ്യ അറിയാലോ, ശ്രീവിദ്യ മുല്ലശ്ശേരി ഒരു പർട്ടിക്കുലർ മണി ഏണിംഗ് ആപ്പിനെ പ്രൊമോട്ട് ചെയ്തു. അത് വിശ്വസിച്ചിട്ട് ഒരാൾ പോയി, അയാൾക്ക് നല്ല രീതിയിൽ പണി കിട്ടി. ലാസ്റ്റ് അത് കേസായി, അറസ്റ്റായി. ഇയാൾക്ക് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു. ശ്രീവിദ്യ പൈസ കൊടുക്കാണ്ട് അങ്ങ് ഇറങ്ങി നടക്കുക. അങ്ങനെ ചേട്ടൻ തൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കൈസിനെ കോൺടാക്ട് ചെയ്യുന്നത്. കൈസ് വീഡിയോ ഇട്ടു, അതിൻ്റെ കൂടെ എല്ലാവരും വീഡിയോ ഇട്ടു. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് റോക്കറ്റ് ഹബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. റോക്കറ്റ് ഹബ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2375 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ 5000 രൂപ, ലൈക്ക് അതിൻ്റെ ഡബിൾ എമൗണ്ട് എന്തോ കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സാധനമാണ്. ലൈക്ക് 5000 സംതിങ്, 5000 മോർ അതിനോട് അടുപ്പിച്ച് കിട്ടുമെന്നൊക്കെ വേണ്ട. ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ 2375 ഇട്ടു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ സ്വൈപ്പ് ചെയ്ത് നോക്കുക, എന്നാ പൈസ ഇരട്ടിക്കുക. ലാസ്റ്റ് എനിക്കൊന്നും കിട്ടിയില്ല. എന്നിട്ട് എവിടുന്ന് ഞാൻ 2375, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, റോക്കറ്റ് ഹബ് എന്നോ അങ്ങനെ എന്തോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഈ മണി ഏണിങ് ആപ്സ്, അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും പഠിച്ച് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണ്ടേ, അതിന് പകരം നിങ്ങൾ കയറി ഈ ഏണിങ് പ്ലാറ്റ്ഫോമിൽ കയറുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ പൈസ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ പഠിച്ച് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയാലും നമ്മളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവണമെന്നില്ല. ഞാനിപ്പോൾ ജോലി ചെയ്ത് എനിക്ക് ആദ്യത്തെ 4-ാം തീയതിക്കുള്ള സാലറി കിട്ടുക, ആ കിട്ടുന്ന സാലറി 2 ദിവസം കൊണ്ട് തന്നെ പല വഴിക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരും, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഗൂഗിൾ പേ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം ബാലൻസ് അല്ലാണ്ട് അതിൽ കൂടുതൽ പൈസ ഇല്ല. പൈസയ്ക്ക് ആവശ്യമില്ലാത്ത ആരാ ഉള്ളത്? ഇനി കോടീശ്വരനാണെങ്കിൽ അവനും പൈസ വേണം, പാവപ്പെട്ടവനാണെങ്കിൽ അവനും പൈസ വേണം, ഇടത്തരമുള്ളവനാണെങ്കിൽ പൈസ വേണം, കോളേജ് കുട്ടിക്ക് പൈസ വേണം, പഠിക്കുന്ന പിള്ളേർക്ക് പൈസ വേണം, അച്ഛന് വേണം പൈസ, ഭാര്യയ്ക്ക് വേണം, ഭർത്താവിന് വേണം. അപ്പോൾ പൈസ ഇമ്പോർട്ടൻ്റ് ആണ്, മാൻഡേറ്ററി ആണ്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പൈസ ഏൺ ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പം ഡെഫിനറ്റ്ലി എല്ലാവരും യൂസ് ചെയ്യും. അതിന് ജനങ്ങളുടെ മാത്രം കോമൺ സെൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നാൽ ഇന്ന് ഈ സൊസൈറ്റിയിൽ ഇങ്ങനത്തെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുമ്പോൾ ഒരു പ്രിക്കോഷൻ ജനങ്ങളുടെ സൈഡിൽ നിന്ന് വേണമെന്ന് നിങ്ങൾ പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് ശ്രീദേവി മുല്ലശ്ശേരി
ഇട്ട ആ ഒരു പ്രൊമോഷൻ വീഡിയോയാണ്. ഓക്കെ, അപ്പോൾ കഴിക്കുന്നതിന് മുൻപ് നമ്മുടെ ഒരു മര്യാദ ഉണ്ടല്ലോ, വിഷു കൈനീട്ടം തരണം. അപ്പം നമ്മുടെ ഈ ഒരു 2.71 ലാക്ക് സബ്സ്ക്രൈബേഴ്സിന് നേരിട്ടെത്തി വിഷു കൈനീട്ടം തരാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് നമുക്ക് അവിടെ എത്തണം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അപ്പം അതുള്ളത് കൊണ്ട് ഞാനൊരു വിഷു കൈനീട്ടം നിങ്ങൾക്ക് തരട്ടെ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്നും തരുന്ന പോലെ ഇതൊരു വിഷു സ്പെഷ്യലായിട്ട് നിങ്ങൾ ഇപ്രാവശ്യം കൂട്ടേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഒരു അഡീഷണൽ ഇൻകം ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതെ, ബിനോമോനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ബിനോമോ 2 മില്യൺ സക്സസ്ഫുൾ ട്രേഡേഴ്സാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അത് മാത്രമല്ല, നമുക്ക് മോസ്റ്റ് ട്രസ്റ്റഡ് ട്രേഡിംഗ് ആപ്പാണ് നമ്മുടെ ബിനോമോ. ഭയങ്കര ഈസിയാണ്. ഞാൻ ഫോൺ ഇവിടെ വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്കിപ്പ് ചെയ്യരുത്. അപ്പം എടുക്കുക, എൻ്റെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ എടുത്ത സമയത്ത് നമ്മളിതിൽ അസറ്റ് സെലക്ട് ചെയ്യുന്നു. അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? അംഗൻവാടി പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ എമൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളതിൽ എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം, അപ്പാണോ ഡൗൺ ആണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ അപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടിക് 1, ടിക് 2, ടിക് 3 പ്രെഡിക്ഷൻ കറക്റ്റ് ആയേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് സക്സസ് ആയേക്കാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ ആശ്ചര്യം ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഈ Paytm വഴി അല്ലെങ്കിൽ അക്കൗണ്ട് ത്രൂ നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് നമുക്ക് എടുക്കാം. അത് മാത്രമല്ല, ഒരു പ്രൊമോ കോഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് എമൗണ്ടിൽ 100% ബോണസ് കിട്ടുന്നതായിരിക്കും. ഹാപ്പി വിഷു. അപ്പോൾ ഇതാണ് ശ്രീവിദ്യ മുല്ലച്ചേരി ഇട്ടിട്ടുള്ള വീഡിയോ. എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പ് നടന്നിട്ടുള്ളൊരു സാധനമാണ്. കാരണം ശ്രീവിദ്യേൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസ് കണ്ടാൽ അറിയാം, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം എത്രയോ മുമ്പ് നടന്നൊരു പ്രശ്നം, അതിലൊരു വ്യക്തി നേരിട്ട ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ കേസ്, അതിൻ്റെ കാര്യത്തിൽ ഇന്നും നമ്മുടെ കോടതിയോ പോലീസോ വേണ്ട ഒരു തീരുമാനം എടുത്തിട്ടില്ല. കോടതിയും പോലീസും വേണ്ട ഒരു തീരുമാനം എടുക്കാത്തത് കൊണ്ടാണ് ഈ പർട്ടിക്കുലർ വ്യക്തി കൈസിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. കൈസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു. അപ്പോൾ കുറേ ടീം ഓഫ് ചേട്ടന്മാരുണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് നടക്കാൻ ഇഞ്ഞക്കൊഞ്ഞും വേറെ പണിയില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്, മേ ബി നമ്മളൊരു 10-15 പേര് ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ശ്രീവിദ്യ മുല്ലച്ചേരി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുകയോ അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ ചെയ്യും. അപ്പം കോടതിയിലും നിയമത്തിലും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് പലരും നമ്മളെ വിളിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരർത്ഥം കിട്ടിയല്ലോ. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത്, ഇതൊരു പഴയ വീഡിയോ ആണ്. കാരണം പണ്ടാണ് ശ്രീവിദ്യ ചേച്ചി ഇങ്ങനെ ഒരു സാധനം ചെയ്തത്. ഈ വീഡിയോയിൽ തുടക്കത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു 2 കാര്യമുണ്ട്. 2 എത്രയോ മില്യൺ ഐ തിങ്ക് അല്ലേ, അങ്ങനെ എന്തോ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്നാണ് ഇവർ പറഞ്ഞത്. വെയിറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. 2.71 ലാക്ക്. അപ്പോൾ ഈ പെർട്ടിക്കുലർ പുള്ളിക്കാരിനെ ഇഷ്ടപ്പെട്ട് അന്ന് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത് 2,71,000 ആൾക്കാരാണ്. അപ്പം ഇവർ ചെയ്യുന്ന ഈ പ്രൊമോഷൻ വീഡിയോ ഈ 2,71,000 ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അല്ലെങ്കിൽ ഇവരുടെ 2,71,000 റീച്ച് കണ്ടിട്ട് വന്ന ഒരു പ്രൊമോഷൻ വർക്കാണ്. സോ ഈ വീഡിയോ വെറും 2,71,000 അല്ല, അതല്ലാണ്ട് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി ജനറലി ഇപ്പോൾ നമ്മളൊക്കെ, ഞാനൊന്നും എല്ലാവരെയും കയറി ഫോളോ ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ ഇവരുടെ വീഡിയോസ് എൻ്റെ ഫീഡിൽ വരും. അപ്പോൾ എന്തായാലും 2,00,000-ലധികം ആൾക്കാരുടെ അടുത്തോട്ട് ഇങ്ങനത്തെ ഒരു ഫേക്ക് പ്രൊമോഷൻ വീഡിയോ പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ശ്രീവിദ്യ മുല്ലച്ചേരീൻ്റെ അടുത്താണ്. നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ച് കൊണ്ടാണ്. ഈ വിശ്വസിച്ച് കൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഈ പ്രൊമോഷൻ വഴി പൈസ ഉണ്ടാക്കി നിറയ്ക്കാനുള്ളതിന് പകരം ഈ പ്രൊമോഷന് കിട്ടിയിട്ടുള്ള സാധനം ജെനുവിനാണോ റിയൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പ്രൊമോട്ട് ചെയ്യുക എങ്ങനെയെങ്കിലും. കാരണം നിങ്ങൾ കാരണം ഒരു വ്യക്തിയുടെ പൈസ പോയി അയാൾ കേസ് കൊടുത്തു, എന്നിട്ട് നിങ്ങൾ പൈസ കൊടുക്കാണ്ട് കറങ്ങി നടക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ നിങ്ങൾക്ക് ഈവൺ 500 സബ്സ്ക്രൈബേഴ്സ് ആണുള്ളതെങ്കിലും ഈ 500 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ കാര്യം അറിയില്ലെങ്കിൽ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാവർക്കും എഗെയിൻസ്റ്റ് കേസ് എടുക്കണം എന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊമോട്ട് ചെയ്യുക. ഇനി അടുത്ത ഇങ്ങനത്തെ ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് വേണ്ട, ഈ ഫാമിലി വ്ളോഗേഴ്സ് അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ ഒരു മെയിൻ സാധനമാണ് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങനെ അങ്ങ് കടന്ന് പുന്നാരിക്കുക. അയ്യോ വാവേ തക്കിടവും ഒത്തു, ഇപ്പം എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക നടക്കുക. ഇതെന്ത് കൈൻഡ് ഓഫ് സാധനമാണ്? നിങ്ങൾക്ക് കൈനീട്ടം കൊടുക്കാണ്ട് എൻ്റെ വിഷു തുടങ്ങില്ല. കൈനീട്ടം കൊടുത്തിട്ടാണ് കൊല്ലങ്ങളോളം ആ മനുഷ്യൻ നടക്കുന്നത്. എൻ്റെ ഒരു ഓർമ്മ പ്രകാരമാണ് 2019 നടന്ന ഇഷ്യൂ. 2026 അയാൾക്ക് ഒരു 1 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ ശ്രീവിദ്യേനെ കൊണ്ടായിട്ടില്ല. ഈ പ്രൊമോഷൻ ചെയ്തതിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒരു 10,000 ഉറുപ്പ്യ. അത് കഴിഞ്ഞ് ഒരുപാട് പ്രൊമോഷൻ ചെയ്തതിന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, പക്ഷെ കൊടുത്തില്ലല്ലോ.
അത് പറ്റില്ല അല്ലേ? കാരണം ആ പൈസ ഉണ്ടാക്കിയാലല്ലേ കറങ്ങി നടക്കാൻ പറ്റൂ. ഇനി അതിന് മൂന്നാമത് കണ്ട ഒരു സാധനം, ആപ്പ് കയറുന്നു, തുറക്കുന്നു, പ്രഡിക്റ്റ് ചെയ്യുന്നു, പൈസ കിട്ടുന്നു, അപ്പം തന്നെ വലിക്കുന്നു. ആഹാ, എന്നാൽ ഇനി ആർക്കും ജോലിക്ക് പോകണ്ട, എല്ലാവരും വീട്ടിലിരുന്നാൽ മതി. എനിക്ക് രാവിലെ തൊട്ട് വീട്ടിലിരുന്നിട്ട് ഈ ആപ്പ് തുറന്ന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ 2 ചോദ്യങ്ങളാണ് വരിക. അവർ നിങ്ങളെ ആരും നിർബന്ധിച്ചിട്ടില്ലല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. എടാ, എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിൽ ഈ തോന്നിവാസങ്ങൾ കണ്ട് നിൽക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാരാണ് കൂടുതലും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ഫീഡും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ അമ്മേൻ്റെ കേസ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. എൻ്റെ അമ്മ തന്നെ ഫേസ്ബുക്കിൽ ചിലപ്പോൾ ചില ചുരിദാറുകൾ കാണും, ഭയങ്കര അടിപൊളി ചുരിദാർ, വിലയോ 150. അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ചിക്കു ഇത് നമുക്ക് ഓർഡർ ചെയ്താലോ? ഞാൻ പറയും 150 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞു അമ്മേ തോന്നുക, അമ്മ 150 അടച്ചാലും കൊല്ലങ്ങൾ കഴിഞ്ഞാലും അമ്മയ്ക്ക് സാധനം എന്ത് ചെയ്യില്ല, കൈ കിട്ടില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ട്, ഈ ഫേക്കിനെ കുറിച്ച്, ഈ കള്ളത്തരെ കുറിച്ചൊന്നും വിവരമല്ല. പിന്നെ പ്രത്യേകിച്ച് ഈ ശ്രീദേവി മുല്ലശ്ശേരി അല്ലേ, ശ്രീവിദ്യ മുല്ലശ്ശേരി ഒക്കെ അഭിനയിക്കുന്ന സീരിയല്, ഈ സീരിയലിനെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ നിങ്ങളെ മോളായിട്ടാണ് കാണുക. ഇപ്പോൾ ഒരു സീരിയൽ ഉണ്ടല്ലോ ഈശ്വര, അതിൻ്റെ പേരെന്താ, 7:30 നടക്കുന്ന ഒരു സച്ചി, ഒരു പെണ്ണിൻ്റെ ഒരു സീരിയൽ ഉണ്ടല്ലോ, റബേക്കയൊക്കെ അഭിനയിക്കുന്നത്, എനിക്ക് കിട്ടുന്നില്ല. അതിലൊക്കെ ഉള്ള, ഇപ്പം എൻ്റെ അമ്മമ്മയാണ് ഞാൻ പറയുമ്പോൾ, അതിലൊക്കെ ഉള്ള ക്യാരക്ടർ അനുഭവിക്കുന്നത് കണ്ട വീട്ടിൽ കിടന്ന് കരയുന്ന അമ്മമാരൊക്കെ ഉള്ള ടൈമാണ്, അല്ലെങ്കിൽ ആൾക്കാരുള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങളെപ്പോലെയുള്ളൊരു വ്യക്തിനെ അത്രത്തോളം ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങളുടെ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായി നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ കൈനീട്ടം തരാം, ഞാനിത് ആക്കുന്നു, അടിക്കുന്നു, പൈസ കയറുന്നു, കിട്ടുന്നു, വലിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അന്ധമായിട്ടുള്ള വ്യക്തികൾ ഇത് വിശ്വസിക്കാനും ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുവഴി അവർക്ക് പൈസ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ചെയ്ത കേസിന് ഈ മനുഷ്യർ 2026 വന്ന് സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാവും. അതാ പറഞ്ഞത്, നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് വേണ്ട. അവരുടെ റീച്ച് വഴി നിങ്ങൾ പൈസ ഉണ്ടാക്കി നിങ്ങൾ മണാലിയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കൂടെ എവിടെ വേണമെങ്കിലും പോയി കറങ്ങ്. പക്ഷേ എന്തിനാ പാവങ്ങളെ കുഴി കൊണ്ടുപോയിടുന്നത്? ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. ഇവരെങ്ങനെ ഭ്രാന്തമായി അന്ധമായി സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കുന്നത്. ഓക്കെ, ഇനി ഈ പെർട്ടിക്കുലർ വ്യക്തിയും കൈസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. ഇതെന്ന് വെച്ചാൽ ഈ ഒരു ബിനോമോയില് ഇവരെ വീഡിയോ കണ്ട്, ഇവരെ പരസ്യം കണ്ട് വിശ്വസിച്ചിട്ട് ഇവർ പറയുന്ന പോലെ ചെയ്തു. അപ്പോൾ അങ്ങനെ ഘട്ടമായിട്ട് എൻ്റെ 1,03,000 രൂപയാണ് ബിനോമോയിൽ പോയത്. അതിൽ നമുക്കൊരു പൈസ കിട്ടുന്നുണ്ട് പറഞ്ഞാൽ ഇവർ പറയുന്നത് അപ്പം തന്നെ പിൻവലിക്കാൻ പറ്റുന്നത്. അങ്ങനെ അപ്പം പിൻവലിക്കാനൊന്നും അതിൽ പറ്റൂല. അതിൽ അവർക്ക് പിന്നെ നിശ്ചിത ശതമാനം ലിവറേജ് എന്നെല്ലാം പറഞ്ഞിട്ട് അപ്പോൾ തന്നെ അത് പിൻവലിക്കാനൊന്നും പറ്റൂല. അവർ അപ്പോൾ ഈ പരസ്യത്തിൽ പറയുന്നത് തെറ്റാണ്. പിന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. ഇത് ട്രസ്റ്റഡും അല്ല, ഈ ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ അഡ്രസ്സ് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഇതിന് കാസർഗോഡ് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ എതിർഭാഗമായിട്ട് ഇവരെ മാത്രമേ വെച്ചുള്ളൂ. കാരണം ബിനോമോക്ക് ഇന്ത്യയിൽ ഒരു അഡ്രസ്സ് പോലും ഇല്ല. അഡ്രസ്സ് ഇല്ലാത്ത ബിനോമോയാണ് ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം, 2 മില്യൺ സക്സസ്ഫുൾ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ഇവർ ചെയ്തത്. എന്ന് പറയുന്ന വക്കീലാണ്, ഇവരെ വക്കീല്, കാസർഗോഡ് വക്കീല്. ഇപ്പോൾ ബ്രോന് അറിയാമെന്ന് തോന്നുന്നു, നിഖിൽ നാരായണൻ എന്ന് പറയുന്നതിൽ പണ്ടൊരു റേപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിവാദമായ ഒരു വക്കീലാണ് നിഖിൽ നാരായണൻ. അപ്പോൾ ആ നിഖിൽ നാരായണനാണ് ഇവരെ വക്കീലുണ്ടായത്. അപ്പോൾ ഈ നിഖിൽ നാരായണൻ എന്ന് വെച്ചാൽ ആ ഒരു കേസിൽ പെട്ടു, മുൻകൂർ ജാമ്യം കിട്ടി. അതിനുശേഷം വീണ്ടും ഇവരെ കേസ് തന്നെ വാദിക്കാൻ വേണ്ടി വരലുണ്ട്. അപ്പം ഇതാണ് വിഷയത്തെക്കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പം ഈ പെർട്ടിക്കുലർ പെൺകുട്ടി ശ്രീവിദ്യ ഈ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത സമയത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണ്. ഇപ്പം ആദ്യം പറഞ്ഞൊരു കാര്യം, ഇത് ട്രസ്റ്റഡ് ആണ്, ഇത് ട്രസ്റ്റഡ് അല്ല. ഇന്ത്യയിൽ ഇതുമായി എന്താ വെച്ചാൽ ലീഗലി ചെയ്തതിൻ്റെ ഒരു തെളിവും കാര്യങ്ങളും ഇല്ല. രണ്ടാമത്തെ ഒരു സാധനം, പൈസ അപ്പം തന്നെ വിഡ്രോ ചെയ്യാൻ പറ്റും. ഇയാൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു പൈസ വിഡ്രോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം, 1,00,000 രൂപയിൽ പോയി. അപ്പോൾ ശ്രീവിദ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്ത, ക്ലെയിം ചെയ്ത എല്ലാ കാര്യങ്ങളും നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് ഇവർ പൈസയ്ക്ക് വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു. അത് ക്ലിയർ ആയല്ലോ. അപ്പം ഇവരെ ഏത് രീതിയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? ആൻഡ് ഇതിൽ പുള്ളിക്കാരന് 1,00,000 സംതിങ് രൂപയാണ് പോയത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പുള്ളി കേസ് കൊടുത്തത്. കേസ് കൊടുത്ത സമയത്ത് ശ്രീവിദ്യേൻ്റെ ഏകദേശം ഇൻസ്റ്റഗ്രാമും റീലും അതൊക്കെ കണ്ടിട്ടുണ്ടേ അറിയാം, ശ്രീവിദ്യയ്ക്ക് 1,00,000 രൂപ കൊടുക്കാൻ അത്ര വലിയ പാടൊന്നുമില്ല. ആ 1,00,000 രൂപ കൊടുത്തിട്ട് ഈ പാവത്തിൻ്റെ വിഷയം അവിടെ സോൾവ് ആക്കി കൂടായിരുന്നോ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് ഇത്രയും കാലം പിടിച്ചു വെച്ചത്? ഇതാണ് നിങ്ങളോടൊക്കെയുള്ള നമ്മളുടെ ഏറ്റവും വലിയ വെറുപ്പ്.
നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ അതിന് വേണ്ട പൈസയുണ്ട്. എന്നിട്ടും നിങ്ങളൊന്നും ഒരു പാവത്തിൻ്റെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ മാറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരെ ചതിക്കുന്ന ഒരവസ്ഥയിലോട്ട് പോയിട്ട് ഈ വിഷയം ഇത്ര ഡിസ്കഷൻ ആവില്ലായിരുന്നു, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ഇത്ര നെഗറ്റീവ് വരില്ലായിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. നിങ്ങൾ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നിങ്ങൾ ആ പൈസ കൊടുത്തിട്ട് ആ വിഷയം അങ്ങ് സെറ്റിൽ ചെയ്താൽ മതി. പക്ഷെ അത് സെറ്റിൽ ചെയ്യാണ്ട് നിങ്ങൾ ആ വ്യക്തിനെ കളിപ്പിച്ചത് കൊണ്ടാണ് ഇത് ഡിസ്കഷനിലായത്. ഞാൻ ആലോചിക്കുന്നത്, ഒരു മനുഷ്യനെ പറ്റിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന പൈസ, കാലങ്ങളോളം അയാൾ ചോദിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാത്ത പൈസ ഉണ്ടായിട്ട് ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ കറങ്ങാനും മേക്കപ്പ് ചെയ്യാനും ഡ്രസ്സ് വാങ്ങാനും സാധനം വാങ്ങി നടക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളോടൊരു തെറ്റ് ചെയ്തു, നമ്മളെല്ലാവരും 100% പെർഫെക്റ്റ് അല്ല. പ്രായശ്ചിത്തം ചെയ്ത് ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണെങ്കിൽ ഒഴിവാക്കണം. അത് ഒഴിവാക്കാണ്ട് പകരം അതിന് പകരം വേറെ ഏതൊക്കെയോ ലോകത്ത് അടിച്ചു പൊളിച്ച് നടക്കുക. പിന്നെ ഈ കേസ് അവസാനിക്കുന്നവരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. അപ്പോൾ ഈ കേസ് കാസർഗോഡ് തോറ്റതോടെ ഇവർ ഈ പറയുന്ന ശ്രീവിദ്യ എന്ന് പറയുന്ന ആള് സംസ്ഥാന കമ്മീഷനിൽ പോയിട്ട് അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ പറഞ്ഞ കാര്യമാണ് ഞെട്ടിക്കുന്ന കാര്യം. എന്ന് വെച്ചാൽ നിഖിൽ നാരായണൻ, ഇവരുടെ വക്കീലായ നിഖിൽ നാരായണൻ റേപ്പ് കേസിൽ പെട്ട് നോൺ ബെയിലബിൾ ഇത് വകുപ്പുകളൊക്കെ ചുമത്തിപ്പെട്ടതിനാൽ ഇവർ കോടതിയിലൊന്നും ഹാജരാകാറില്ല. അതുകൊണ്ട് ഇവരെ കേസ് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ തോറ്റത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പീൽ കൊടുത്തത്. അപ്പം ഞാനവിടെ സംസ്ഥാന കമ്മീഷനിലെ ഈ ഹൈക്കോടതിയിൽ നിഖിൽ നാരായണന് മുൻകൂർ ജാമ്യം കിട്ടിയ കാര്യം വിധിപ്പകർപ്പ് അടക്കം കൊടുത്തു. അപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മീഷന് ബോധ്യമായി ഇവർ പറയുന്നത് കള്ളാന്നാണ്. അപ്പോൾ അതായത് ഈ നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞാൽ കേസ് പറയുന്നത് 2024 മുൻകൂർ ജാമ്യം കിട്ടുന്നത് 2024. ഈ കേസ് ഇവരെ ആദ്യം തന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്ത് തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത് എന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കേസ് തോറ്റു. കാരണം ഈ വീഡിയോയും വെച്ച് ഈ ഒരു കാര്യം കോടതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പൈസ പോയത് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഏത് കോടതിയാണ് ഇയാളില്ല എന്ന് പറയുക? ഇവർ പ്രൊമോട്ട് ചെയ്ത വഴിയല്ലേ ചെയ്തത്, ഇവരുടെ ലിങ്ക് കയറിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. കേസ് അവിടെ തീർന്ന്. ഇനി നിഖിലല്ല, ഇനി അതിലും വലിയ ടീമിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കോടതിയിൽ വിധിക്കിരിക്കുന്ന ആളുടെ ഇടയിൽ എന്നെ കളി കളിച്ചാൽ മാത്രമേ മാറ്റം വരൂ. അല്ലെങ്കിൽ ഏത് മനുഷ്യനും വളരെ എളുപ്പത്തിൽ ഈ കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. അപ്പോൾ തീരുമാനം ഉണ്ടാക്കിയ സമയത്ത് ചേച്ചി അപ്പീൽ പോയി. കാരണം അങ്ങനെയാണല്ലോ. കാരണം ഈ മനുഷ്യന് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപയ്ക്ക് കറങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ മേക്കപ്പ് സാധനം വാങ്ങാൻ പറ്റുമോ? അല്ലെങ്കിൽ ആ മേക്കപ്പ് സാധനം ഇട്ടുകൊണ്ട് അടുത്ത പ്രൊമോഷൻ ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു എക്സ്ക്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വെച്ച വക്കീൽ ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് എപ്പോഴും കോടതിയിൽ വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ കേസിൽ തോറ്റതെന്ന്. നാണുണ്ടോ എനിക്ക്? നാണുണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മളൊരു വക്കീലാക്കി വെക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവണം അല്ലേ? പിന്നെ കള്ളത്തരങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ലത് മേ ബി ആ ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കാം. അതിനുശേഷം ഇവരെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം വരലുണ്ട് നിഖിൽ നാരായണൻ. ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത് റേപ്പ് കേസിൽ ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ വരാത്തത് കൊണ്ടാണ്, എൻ്റെ വക്കീൽ വരാത്തത് കൊണ്ടാണ് ഞാൻ തോറ്റു എന്നാണ് ഇവർ അവിടെ പറയുന്നത്. സംസ്ഥാന കമ്മീഷനിൽ ഭയങ്കര കളവാണ് പറയുന്നത്. അപ്പോൾ ഈ നിഖിൽ നാരായണൻ അതിന് ശേഷം വരലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അന്വേഷിച്ചാലും അറിയാം, സജീവമായിട്ട് നിൽക്കുന്ന ആളാണ് നിഖിൽ നാരായണൻ. എന്നിട്ട് ഈ നിഖിൽ നാരായണനെതിരെ ഇവർ ബാർ കൗൺസിലിൽ ഒരു പരാതിയല്ല കൊടുക്കുന്നത്. അതായത് അപ്പീൽ പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം പറയണമല്ലോ. വക്കീലിനെതിരെ എന്തെങ്കിലും പരാതി പറഞ്ഞാലല്ലേ അവിടെ അപ്പീലിന് ഒരു കാരണം കാണിക്കുക. അങ്ങനെ ബാർ കൗൺസിലിനും പരാതി കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരെ കേസ് വേണ്ടിയിട്ട് അവസാനം വരെ വാദിച്ചത് നിഖിൽ നാരായണനാണ്. സംസ്ഥാന കമ്മീഷനിലെ അങ്ങനെയാണ് ഈ സംസ്ഥാന കമ്മീഷനിലെ ശ്രീവിദ്യ മുല്ലശ്ശേരിൻ്റെ പരാതി അപ്പീല് തള്ളി. അപ്പോൾ നിലവിൽ കാസർഗോഡ് കമ്മീഷൻ്റെ വിധി പ്രകാരം എനിക്ക് 1,03,000 രൂപയും പിന്നെ കോടതി ചിലവായിട്ട് 5,000 രൂപയും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 50,000 രൂപയും ഇങ്ങനെയാണ് നഷ്ടപരിഹാരം. അതായത് 1,58,000 രൂപ ഈ 9% പലിശ നിരക്കിൽ കേസ് രജിസ്റ്റർ ചെയ്തത് 2023 1 മുതൽ 9% പലിശ നിരക്കിൽ കിട്ടണമെന്നാണ് ഇതിൻ്റെ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ അപ്പീലിന് പോയപ്പം ഒരു നിശ്ചിത ശതമാനം തുക അവിടെ കെട്ടിവെക്കണം. അപ്പോൾ ആ കെട്ടിവെച്ച തുക എനിക്ക് പിൻവലിക്കാൻ പറ്റും. കാരണം ഇവരെ അപ്പീൽ തള്ളിയല്ലോ. അപ്പീൽ തള്ളുമ്പം ആ ഒരു തുക ഒരു 79,000 രൂപ സംസ്ഥാന കമ്മീഷന് എനിക്ക് പിൻവലിക്കാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഇനിയും കിട്ടാനുള്ളത് 1,86,000 മുകളിലാണ് ടോട്ടൽ. അതിൽ 79 കഴിച്ചാൽ ഇപ്പോഴും ബാക്കി 1,00,000 സംതിങ് അവർ ഇനിയും തരാനുണ്ട്. പക്ഷെ അവർ അതിനുശേഷം ഈ പറയുന്ന നോൺ ബെയിലബിൾ വാറണ്ട് കാസർഗോഡ് കമ്മീഷൻ പാലാരി ആദ്യം മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇല്ലേ കാസർഗോഡ്, അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവർ കൊച്ചിയിലേക്ക് മാറി എന്ന് പറഞ്ഞു.
അങ്ങനെ ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചിട്ട് ഇവർക്കെതിരെ നോൺ ബെയിലബിൾ വാറണ്ട് ഓരോ മാസം ഇങ്ങനെ പുതുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ പാലാരിവട്ടം പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവർക്കാണെങ്കിൽ അതൊരു പ്രശ്നവുമില്ല. ഇവരെ ഇപ്പം ഗൾഫിലേക്കെല്ലാം ആഡംബര യാത്രയൊക്കെ നടത്തിയിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല, ഇതൊന്നും ആരും അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് ഇവര് ഈ ഗൾഫിലേക്ക്. ഇപ്പം ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി അവർ ആഡംബര യാത്രയാണ്, ഭയങ്കര നല്ല ഫോട്ടോഷൂട്ടും. ഏപ്രിൽ 19, 2026 ഇവരെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ അറസ്റ്റ് വാറണ്ട് ബഹുമാനപ്പെട്ട കാസർഗോഡ് കമ്മീഷൻ പുറപ്പെടുവിച്ചത്. ഇപ്പോൾ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞു, ഇതിപ്പോൾ ജൂലൈ ആയി. അപ്പോൾ ഇത്രയും മാസങ്ങളായിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യുന്നുമില്ല. ഇവരാണെങ്കിൽ പിന്നെ ഗൾഫിലേക്കും വിദേശ യാത്രയൊക്കെ നടത്തി ഇൻസ്റ്റാഗ്രാമിൽ ചിരിച്ചുകൊണ്ട് വലിയ ഫോട്ടോകളൊക്കെ ഇട്ട് ലക്ഷറി ലൈഫ് നയിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ കൂടി അറിയണമെന്നാണ്. ഓക്കെ ഗൈസ്, ഞാൻ ഓഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടത് എല്ലാം കറക്റ്റ് കേട്ട് കഴിഞ്ഞ് ഞാൻ പറയുന്നതായിരിക്കും ശരിക്കും നല്ലത്. ഇപ്പോൾ 1,86,000 ആ വ്യക്തിക്ക് കിട്ടാനുണ്ട്, 75,000 ആ വ്യക്തിക്ക് കിട്ടിയത്. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ 1,10,000 അല്ലെ 12,000 അല്ലെ 8,000 സംതിങ് ഈ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന വ്യക്തി കൊടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ശ്രീലക്ഷ്മി അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ശ്രീലക്ഷ്മി ഫാൻ അല്ലെ ശ്രീലക്ഷ്മിയുടെ സ്വന്തം ഹസ്ബൻഡ് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ പ്രൊമോട്ട് ചെയ്തതായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾ ഈ കാര്യം ചെയ്തത്. അതുകൊണ്ടാണ് ഇയാളുടെ പൈസ പോയത്. ഇയാൾ കേസ് കൊടുത്ത് നിങ്ങളുടെ ഭാഗത്ത് ശരിയില്ലാത്തത് കൊണ്ടാണ് കേസ് തള്ളിയത്. അപ്പീൽ കൊടുത്ത സമയത്തും അത് ഒരു മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് തള്ളിയത്. അതിനുശേഷം നിങ്ങളോട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് കോടതിയുടെ ഒരു നിയമം വന്നു, ഇല്ലെങ്കിൽ വാറണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കാര്യം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പൈസ കൊടുത്തിട്ട് ഈ കേസ് സെറ്റിലാവാത്തത്? നിങ്ങൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള സാമ്പത്തികം നിങ്ങളുടെ കയ്യിലില്ലേ? സാമ്പത്തികം വളരെ താഴ്ന്നു കിടക്കുകയാണോ? 5 ഉറുപ്യ പോലും കയ്യിലെടുക്കാനില്ലേ? മേലോട്ട് നോക്കിയിരിക്കുകയാണോ? സാമ്പത്തിക സ്ഥിതി ഇല്ലായിട്ടാണോ? അല്ലേലോ അല്ല. എന്നാൽ മനഃപൂർവ്വമല്ലേ നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നു, നിങ്ങൾ കാറ് വാങ്ങുന്നു, നിങ്ങൾ ഭർത്താവിലൂടെ കറങ്ങാൻ പോകുന്നു, ട്രിപ്പ് പോകുന്നു, ഹോട്ടലിൽ പോകുന്നു, റിസോർട്ട് പോകുന്നു, നിങ്ങൾ പല സ്ഥലങ്ങളിൽ സ്റ്റേ അടിക്കുന്നു, പലതരത്തിലുള്ള ഫുഡ് വാങ്ങുന്നു. നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ കൊടുത്തിട്ട് ഈ വിഷയം സോൾവ് ആക്കാനില്ലേ? എന്തിന് ഈ പാവങ്ങളുടെ പൈസ എടുത്ത് വിറ്റ് ജീവിച്ചിട്ട് എങ്ങനെ എനിക്കൊക്കെ ജീവിക്കാൻ പറ്റുന്നു? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി ഉണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പോസ്റ്റ് ഞാനത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, എനിക്കത് പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടുന്നില്ല. നിങ്ങളുടെ ഒരു കണ്ടൻറ്റ് സോഷ്യൽ മീഡിയക്കാരെടുത്ത് റോസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങളും ഭർത്താവും കൂടെ ഒരു ചെയറിൽ വന്നിരുന്നിട്ട് ഞങ്ങളുടെ കണ്ടൻറ്റ് വിറ്റ് ജീവിക്കാൻ സംസാരിക്കാൻ നാണമില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. നിങ്ങൾക്ക് നാണമില്ലേ പാവങ്ങളുടെ പൈസ എടുത്ത് വിറ്റ് ജീവിക്കാൻ? നാണല്ലേ? ഉളുപ്പുണ്ടാ? ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. കാരണം എനിക്ക് മനസ്സിലാവും, നിങ്ങളൊക്കെ അഭിനയിച്ചിട്ടും മോഡലിംഗ് ഒക്കെ ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇയാളുടെ സാഹചര്യം എന്താ, ഇയാളുടെ അവസ്ഥ എന്താ, ഇയാളുടെ ജോലി എന്താ, ഇയാൾക്ക് എത്ര പൈസ ഉണ്ട് എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. ചിലപ്പോൾ ആ മനുഷ്യൻ അത്രത്തോളം വേണ്ടൊരു പൈസയായിരിക്കും, അതുകൊണ്ടാണ് കാലങ്ങളോളം വർഷങ്ങളോളം ഈ പൈസേൻ്റെ പുറകെ അയാൾ നടന്നത്. അതങ്ങ് കൊടുത്ത് ഒഴിവാക്കിക്കൂടെ? ശ്രീലക്ഷ്മിനെ സ്നേഹിച്ചുകൊണ്ട് നടക്കുന്ന അമ്മ, അച്ഛൻ അല്ലെ ഭർത്താവ് ഇവരോടൊക്കെ പറയുക, നിങ്ങളുടെ ഭാഗത്താണ് പൂർണ്ണമായ തെറ്റ്. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്ത പല അക്കൗണ്ടുകളും ബാനായി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്മിനേൻ്റെ എന്തോ ഒരു അക്കൗണ്ടില്ലേ ഗെയിമിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറയുന്ന സോ കോൾ സബ്സ്ക്രൈബേഴ്സ്, ഫാമിലി വ്ളോഗേഴ്സ്, സീരിയൽ ആക്ടേഴ്സ് എന്നീ പറയുന്ന കാറ്റഗറി ആൾക്കാർക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനും ഫോളോവേഴ്സിനോടും വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. അവരിനിയും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിക്കും, അബദ്ധങ്ങളും പൊട്ടത്തരവും മണ്ടത്തരും. ഇതെല്ലാം വിശ്വസിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസയാണ് പോവുക. പിന്നെ ഒരു പാഠമായിട്ട് എടുക്കുക, അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കണം. ചിലപ്പോൾ ലോട്ടറി എടുത്തോ, എന്നാലും കുഴപ്പമില്ല. കുറേ കാലം ലോട്ടറി വിറ്റ് കിടക്കുന്ന കുറേ പാവപ്പെട്ട മനുഷ്യന്മാരുണ്ട്, അവർക്കൊരു സഹായമാവും. ഇങ്ങനത്തെ ഈറ്റിങ്ങളൊന്നും വിശ്വസിക്കേണ്ട. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പുറം നിൽക്കുന്ന കോടതിയോടൊക്കെ പറയാനുള്ളത്, ഇനി നിങ്ങൾ തീരുമാനം എടുക്കും, അല്ലെങ്കിൽ പോലീസുകാർ തീരുമാനം എടുക്കും. ഇന്ന് ഈ മനുഷ്യൻ ഒന്നും അല്ലാത്തൊരു അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അന്ന് എല്ലാവരും കൂടെ കയറും, അയ്യോ ശ്രീവിദ്യ ചെയ്തത് തെറ്റ്. അങ്ങനെയല്ല, കരഞ്ഞ് കാല് പിടിച്ച് 3-4 തവണ കിട്ടിയ വാറണ്ടില്ലേ, അതൊന്ന് ഉപയോഗിക്കുക, പ്രവർത്തിക്കും. ഞാൻ വീണ്ടും പറയും, ഈ ലോകത്ത് അനീതി നടക്കുന്നതിന് ഒരു മേജർ പങ്ക് ഇവിടുത്തെ ലീഗൽ സിസ്റ്റത്തിന് തന്നെയാണ്. ഒരു തെറ്റ് കണ്ടുപിടിച്ചാൽ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കേണ്ട നേരത്ത് കൊടുക്കേണ്ട രീതിക്ക് കൊടുക്കണം. അത് കൊടുക്കാത്തിടത്തോളം കാലം ഇവിടെ ഇത് സംഭവിച്ചു കൊണ്ടേയിരിക്കും. സോ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരെ just unsubscribe and leave, guys.
ഓക്കെ, ഞാൻ വെയിറ്റിംഗ് ഫോർ ശ്രീവിദ്യാസ് വീഡിയോ വിത്ത് മോർ പ്രൂഫ്. അപ്പം ഇത്രയും കേട്ടതിൻ്റെ ബേസിസ് ഇങ്ങനെ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്തെങ്കിൽ അത് തെറ്റാണ്. പ്രൊമോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു കാര്യം നടന്നിട്ട് കോടതി പറഞ്ഞിട്ടും പൈസ കൊടുത്തില്ലെങ്കിൽ ഇറ്റ്സ് റോങ്. സോ ഇനി ബാക്കി കാര്യങ്ങൾ കാണാം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് തെളിവിന് വേണ്ടിയിട്ട് ശ്രീവിദ്യ, ദ സ്റ്റേറ്റ് ഹൗസ് ഓഫീസർ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ. whereas the opposite party ബാർ ജഡ്ജ്മെൻറ്റ് ഡെബിറ്റർ ശ്രീവിദ്യ മുല്ലച്ചേരി, ടെലിവിഷൻ സിനിമ ആർട്ടിസ്റ്റ്, കോമഡി മാസ്റ്റർ പ്രോഗ്രാം, അമൃത TV, 5 മുറി, കുതപ്പാടി, തമ്മനം, കൊച്ചി, എറണാകുളം അഡ്രസ്. ഇൻ ദ above execution petition have not complied with the order of the commission. You are directed to arrest and produce before the. ഇത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഇത്രയേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് അറസ്റ്റ് വാറൻറ്റ് കൊടുത്തിട്ടുള്ള സാധനമാണ്. പക്ഷേ പോലീസുകാർ അറസ്റ്റ് ചെയ്യാനും പോയിട്ടില്ല, പുള്ളിക്കാരി പൈസയും കൊടുത്തിട്ടില്ല. സ്റ്റിൽ ഓരോ സ്ഥലത്ത് കറങ്ങി നടക്കുന്നുണ്ട്. എന്തായാലും നടക്കൂ, തിന്നു, പാവങ്ങളെ പറ്റിച്ചിട്ടുള്ള പൈസയും കൊണ്ട്. സോ എനിക്ക് പറയാനുള്ളത്, ഈ കൈൻഡ് ഓഫ് ആൾക്കാരെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവരെ ഭ്രാന്തമായി സ്നേഹിച്ചുകൊണ്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളൊരു കാര്യമാണ്, എളിമയായി നിങ്ങളിത് സ്വീകരിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ്